തിരൂർ തൃപ്രങ്ങോട് ദേവസ്വത്തിന്റെ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുത്തനത്താണിക്ക് ഇനി പൊൻദിനങ്ങൾ. പവൻ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ഡിസംബർ 25 കാലത്ത് 9:30 രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. മലയാള കവിതയെ ജനപ്രിയമാക്കിയ ഇദ്ദേഹം സവിശേഷമായ ആലാപന രീതി പ്രചാരത്തിൽ കൊണ്ടുവന്നതായും പുരസ്കാര നിർണയ സമിതി പറഞ്ഞു. കോഴിക്കോട് സാമൂതിരി രാജയുടെ സെൻട്രൽ ദേവസ്വം നേതൃത്വം നൽകുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത്. തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവ ഭാഗമായി ഡിസംബർ 28 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മ രാജ പുരസ്കാരം സമ്മാനിക്കും. ADGP S ശ്രീജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ PK രതീഷ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. വിവിധ ഭാരവാഹികളായ TC ബിജു, OK ബേബി ശങ്കർ, ആനാട്ട് സജിത്ത്, രാജേന്ദ്രകുമാർ പാണാട്ട്, CK പുഷ്പവല്ലി, K രാമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരം കൊടുക്കുകയുണ്ടായി. അപ്പൊ അത് ഇത്തവണ ആ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവും ഒക്കെ ആയിട്ടുള്ള വി മധുസൂദനൻ നായരാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഏറ്റവും യോഗ്യനായ അദ്ദേഹത്തിന്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരം ഇത്തവണ വളരെ ബഹുമാനപൂർവ്വം തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രം അദ്ദേഹത്തിന് നൽകി വരുന്നത്. അപ്പൊ അതുകൊണ്ട് 25,000 രൂപയും പ്രശസ്തി പത്രവും പുരസ്കാരവുമാണ് സമ്മാനിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ആ ചടങ്ങിലേക്ക് കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക സമ്മേളനം 28-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കാണ്. അത് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുപോലെ തന്നെ കലാകാരനും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഉന്നത ഉദ്യോഗസ്ഥനും ADGP ഒക്കെ ആയ ശ്രീജിത്ത് സാർ അവർകളാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ചടങ്ങിൽ സാമൂതിരി രാജാവ് കൂടി പങ്കെടുക്കുന്നു. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ K രാമചന്ദ്രൻ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ PK രതീഷ്, നവീകരണ കലശ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട്, ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ രഘുനാഥ്, ക്ഷേത്ര ജീവനക്കാരൻ ജയശങ്കർ വടക്കേപ്പാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ. പുത്തനത്താണിക്ക് ഇനി പൊൻദിനങ്ങൾ. പവൻ ഗോൾഡിന്റെ രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ഡിസംബർ 25 കാലത്ത് 9:30 രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് ഉടൻ സമ്മാനങ്ങളുമായി ഉടൻ പണം ഫെയിം കല്ലുവും മാത്തുവും നിങ്ങളെ നേരിൽ കാണാൻ എത്തുന്നു. കൂടാതെ സഹജ മലപ്പുറം നയിക്കുന്ന സംഗീത വിരുന്നിലേക്കും ഏവരെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ. ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് 30,000, 20,000, 10,000 രൂപയുടെ പർച്ചേസ് വൗച്ചർ സമ്മാനം. തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് പണിക്കൂലി തിരികെ നൽകുന്നു. ഇതിനു പുറമെ മറ്റു ഓഫറുകൾ വേറെയും. ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. പവൻ ഗോൾഡ് ലൈറ്റ്, സ്റ്റാർ കോംപ്ലക്സ്, തിരുനാവായ റോഡ്, പുത്തനത്താണി. ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ.